വലിയ ആശങ്കയായി സംസ്ഥാനത്ത് വീണ്ടും ഒരു നിപ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 43-കാരന്റെ സ്രവ പരിശോധനയിലാണ് നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രാഥമികമായ പരിശോധനയാണിത്. ഇനിയും ചില പരിശോധനാ ഫലം കൂടി വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് ഉടൻ മാറ്റും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകുക. രേഷ്മ, വീണ്ടും നിപ ബാധ ഉണ്ടായിരിക്കുന്നു. നേരത്തെ നമ്മൾ സംശയമാണ് എന്നാണ്, നിപയാണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏതായാലും പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ആരോഗ്യവകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടാകും. ഇദ്ദേഹവുമായി സമ്പർക്കമുള്ള ആളുകളെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും അഖില, ഇന്ന് വൈകിട്ടായിരുന്നു പ്രാഥമിക നിഗമനത്തിലൂടെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിപയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ലാബിൽ നിന്നാണ് ഈ പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇയാൾക്ക് നിപയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി ഇത് അന്തിമ തീരുമാനത്തിലെത്തണമെങ്കിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്രവം അയച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് പൂർണ്ണമായി നമുക്കിത് സ്ഥിരീകരിക്കാനാവൂ എന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇദ്ദേഹത്തെ നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയാണ്. അതിനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. ഒപ്പം തന്നെ രാമനാട്ടുകര നഗരസഭാ പരിധിയിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ നഗരസഭാ പരിധിയിൽ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ഈ മേഖലയിൽ ഇദ്ദേഹം താമസിച്ചിരുന്ന മേഖലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി തിരിക്കാനുള്ള നടപടികളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ രോഗത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്നുള്ളതിന്റെ പ്രാഥമിക നിഗമനത്തിലും അന്വേഷണത്തിലേക്കും എത്തി നിൽക്കുകയാണ്. നിലവിൽ ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ എത്ര പേരുണ്ട് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഒരാഴ്ച മുന്നെയാണ് കടുത്ത പനിയെ തുടർന്ന് ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാണ് ആശുപത്രിയിൽ അധികൃതർ ഈ സ്രവം പരിശോധനയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് ഇന്ന് വൈകിട്ടോടെ തന്നെ അയക്കുകയും രാത്രിയോടെ തന്നെ ഇത് സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇപ്പോൾ സ്വകാര്യ ആശുപത്രി തന്നെ പറയുന്നത് വളരെ ശ്രദ്ധയോടെയായിരുന്നു ഇദ്ദേഹത്തെ വാർഡിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഒപ്പം തന്നെ എല്ലാ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ആരോഗ്യ വകുപ്പ് ആദ്യഘട്ടത്തിലൊന്നും നമ്മോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് നമുക്ക് ഈ വിവരം ലഭിച്ചിരുന്നത്. അതേസമയം സമ്പർക്കത്തിലുള്ളവരുടെ പട്ടിക ഉടൻ തയ്യാറാക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. 2018 ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്തെന്ന്. അന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 17-ലേറെ പേർ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം 2019-ലും 2021-ലും 2023, 2024 കാലഘട്ടങ്ങളിലും നിപ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അഖില, ശരി, രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിക്കാണ് ഇപ്പോൾ രോഗമുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത്തരമൊരു സ്ഥിരീകരണം വന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് അടിയന്തര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ രോഗിയെ മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുന്നതിനോടൊപ്പം ഇദ്ദേഹം താമസിച്ചിരുന്ന പരിധിയിലുള്ള മറ്റിടങ്ങൾ, ഇദ്ദേഹത്തിന് സമ്പർക്കമുണ്ടായിരുന്ന ആളുകളെ കണ്ടെത്താനും ഇദ്ദേഹം താമസിച്ചിരുന്ന ഇടത്തെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കാനുമുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വലിയ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് ഇത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ആ പരിസരത്തുള്ളവരും മറ്റുള്ളവരും ഇദ്ദേഹവുമായി സമ്പർക്കമുള്ളവരോ അല്ലെങ്കിൽ അല്ലാത്തവരോ ആയിക്കോട്ടെ, പക്ഷേ ഇതിൻ്റെ ഉറവിടം വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതുവരെയെങ്കിലും കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.